ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നാളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണം ലോകത്തിന്റെ തന്നെ ബൗദ്ധികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിന്റെ തുടക്കമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗുജറാത്തിലെ സാനന്ദിൽ അത്യാധുനിക സെമി കണ്ടക്ടർ പ്ലാന്റ് പ്രവർത്തനമാരംഭിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത്. പൈപ്പിലൂടെയുള്ള പാചകവാതക കണക്ഷനുകൾ വേഗത്തിലാക്കുന്നതിനായുള്ള നാഷണൽ PNG ഡ്രൈവ് 2.0 ജൂൺ 30 വരെ ദീർഘിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് തുറമുഖ കപ്പൽ മന്ത്രാലയം. വ്യോമസേനയ്ക്കായി മൗണ്ടൻ റഡാറുകൾ വാങ്ങാനുള്ള കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒപ്പുവച്ചു. വാർത്തകൾ വിശദമായി. നാളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണം ലോകത്തിന്റെ തന്നെ ബൗദ്ധികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിന്റെ തുടക്കമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാളന്ദ സർവകലാശാലയുടെ 2ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. The Government of India remains committed to supporting the growth of this institute. The Library of Ancient Nalanda is said to have contained millions of manuscripts. With that lofty benchmark as a reference, what we are building here today will be a lasting legacy as India moves towards becoming a developed nation by 2047. 31 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം വിതരണം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് സർവകലാശാല ക്യാമ്പസിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് സെന്ററും 2000 പേർക്ക് ഇരിക്കാവുന്ന വിശ്വമിത്രാലയ ഓഡിറ്റോറിയവും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ സാനന്ദിൽ അത്യാധുനിക കെയ്ൻസ് സെമികോൺ പ്ലാന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖലയിലെ നിർണായക ചുവടുവയ്പ്പാണിത്. അമേരിക്കൻ കമ്പനിയായ ആൽഫ ആൻഡ് ഒമേഗയ്ക്കാണ് പ്രധാനമായും ഇവ കയറ്റുമതി ചെയ്യുന്നത്. പ്ലാന്റ് പൂർണ്ണ സജ്ജമാകുന്നതോടെ പ്രതിദിനം 63 ലക്ഷത്തിലധികം യൂണിറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മഹാവീർ ജയന്തി ദിനത്തിൽ ഗുജറാത്ത് ഗാന്ധിനഗറിലെ കോബയിൽ നിർമ്മിച്ച സാമ്രാട്ട് സാമ്പ്രതി മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ജൈനമത ചരിത്രവും സാമ്രാട്ട് സാമ്പ്രതിയുടെ ജീവിതവും അഹിംസാ സന്ദേശങ്ങളും കോർത്തിണക്കിയാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക പൈതൃകം വരും തലമുറയ്ക്കായി സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. मुझे खुशी है कि हजारों वर्ष की भारतीय विरासत जैन धर्म का समयातीत ज्ञान हमारी धरोहरें और उनसे मिलने वाली प्रेरणाएं उन्हें आने वाली सदियों तक अमर बनाने के लिए, उन्हें नए और आधुनिक रूप में अगली पीढ़ी तक पहुंचाने के लिए हमारे संतों ने इस जैन हेरिटेज म्यूजियम की संकल्पना की. आज वो संकल्पना एक भव्य रूप में साकार हो रही है. ये सम्राट संप्रति संग्रहालय जैन दर्शन, भारतीय संस्कृति और हमारी प्राचीन धरोहर का एक पवित्र केंद्र बना है. വ്യോമസേനയ്ക്കായി 2 മൗണ്ടൻ റഡാറുകൾ വാങ്ങാനുള്ള 1950 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒപ്പുവച്ചു. ഇത് ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് കൂടുതൽ കരുത്തേകുമെന്ന് മന്ത്രാലയം പറഞ്ഞു. DRDOയ്ക്ക് കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്ത ഈ റഡാറുകൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്. രാജ്യവ്യാപകമായി പൈപ്പിലൂടെയുള്ള പാചകവാതക കണക്ഷനുകൾ വേഗത്തിലാക്കുന്നതിനായുള്ള നാഷണൽ PNG ഡ്രൈവ് 2.0 ജൂൺ 30 വരെ ദീർഘിപ്പിച്ചു. മാർച്ച് മാസത്തിൽ മാത്രം 3 ലക്ഷത്തിലധികം പുതിയ കണക്ഷനുകൾ നൽകിയതായും പ്രതിദിനം ശരാശരി 50 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ മതിയായ സ്റ്റോക്കുണ്ടെന്നും തെറ്റായ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും സർക്കാർ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം 1 മാസം പിന്നിടുമ്പോൾ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ ദുബായ് തീരത്ത് നങ്കൂരമിട്ടിരുന്ന അൽ സാൽമി എന്ന കുവൈറ്റി എണ്ണക്കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണെന്നും എണ്ണച്ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. ഷാർജയിലെ തുറയ്യ ടെലികമ്മ്യൂണിക്കേഷൻസ് കെട്ടിടത്തിന് നേരെയും ഡ്രോൺ ആക്രമണം നടന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി UAEയിലെ സ്കൂളുകളിൽ ഏപ്രിൽ 17 വരെ ഓൺലൈൻ ക്ലാസുകൾ നടത്താൻ നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ സംഘർഷ മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് തുറമുഖ കപ്പൽ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 959 നാവികരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ഫെബ്രുവരി 28 ശേഷം 5.72 ലക്ഷം ഇന്ത്യക്കാർ വിദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രവാസി സഹായത്തിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ സജ്ജമാണെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. LDFന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് നാളെ കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. NDAയ്ക്ക് വേണ്ടി ഖുശ്ബു സുന്ദർ കോഴിക്കോടും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആറ്റിങ്ങലിലും പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കണ്ണൂരിലെത്തി. കോഴിക്കോടും അദ്ദേഹം ഇന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇന്ന് കോട്ടയത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. പഞ്ചാബിലാണ് മത്സരം. 16ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പിന് നാളെ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ തുടക്കമാകും. മത്സരങ്ങൾ ഏപ്രിൽ 12 വരെ നീണ്ടു നിൽക്കും. ഡിവിഷൻ അടിസ്ഥാനത്തിലുള്ള ഫോർമാറ്റിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിനിടയിൽ ഇറ്റാലിയൻ വ്യോമത്താവളം ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന തള്ളി ഇറ്റലി. ഒരു റിപ്പോർട്ട്. ഇറ്റലിയുടെ വ്യോമത്താവളം പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾക്കായി ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ ആവശ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള കരാറിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ലെന്ന കാരണം കാണിച്ചാണ് അനുമതി നിഷേധിച്ചത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അമേരിക്കയുമായുള്ള സഹകരണം ആവർത്തിച്ചെങ്കിലും സൈനിക നടപടികളിൽ ഇറ്റാലിയൻ പരമാധികാരവും നിയമപരമായ നടപടിക്രമങ്ങളും മാനിക്കണമെന്ന് വ്യക്തമാക്കി. ഇറാൻ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട US വിമാനങ്ങൾക്ക് സ്പെയിൻ വ്യോമാതിർത്തി നേരത്തെ തന്നെ അടച്ചിരുന്നു. ഇറാനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിക്കും തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകില്ലെന്ന് പ്രതിരോധ മന്ത്രി മാർഗരീറ്റ റോബിൾസനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ബീഹാറിലെ നാളന്ദ ജില്ലയിലുള്ള ബീഹാർ ഷെരീഫിലെ മാഖ്ര ശീതളാഷ്ടമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മതപരമായ ചടങ്ങുകൾക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 8 സ്ത്രീകൾ മരിച്ചു. അപകടത്തിൽ നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ബീഹാറിലെ നാളന്ദ ജില്ലയിലുണ്ടായ അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രിയും സംഭവം അതീവ ദുഃഖകരമെന്ന് ഉപരാഷ്ട്രപതിയും പറഞ്ഞു. ബീഹാറിലെ നാളന്ദ ജില്ലയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ഡൽഹി അന്താരാഷ്ട്ര ചലച്ചിത്രമേള ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സമാപിച്ചു. മേളയിൽ ലോകമെമ്പാടുമുള്ള 125-ലധികം സിനിമകൾ പ്രദർശിപ്പിച്ചു. പ്രദർശനങ്ങൾ, ചർച്ചകൾ, ശില്പശാലകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. പ്രശസ്ത ടെന്നീസ് താരം ലിയാണ്ടർ പേസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, സുഗാന്ത മജുംദാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം BJP അംഗത്വം സ്വീകരിച്ചത്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഉദ്യോഗസ്ഥ സ്ഥലമാറ്റങ്ങളെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് നൽകിയ 2 പൊതുതാൽപര്യ ഹർജികൾ കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സുജോയ് പോൾ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ കമ്മീഷന് പൂർണ്ണ അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിനായുള്ള കൗണ്ട് ഡൗൺ പുരോഗമിക്കുന്നു. ചന്ദ്രനിൽ സുസ്ഥിരമായ മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുന്നതിനും ചൊവ്വയിലേക്കുള്ള ഭാവി ദൗത്യങ്ങൾക്കുള്ള ശ്രമങ്ങളുടെ ഭാഗവുമായാണ് ആർട്ടമിസ് മിഷൻ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ സമയം നാളെ വൈകുന്നേരം 6:45 വിക്ഷേപണമെന്നാണ് റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നാളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണം ലോകത്തിന്റെ തന്നെ ബൗദ്ധികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിന്റെ തുടക്കമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗുജറാത്തിലെ സാനന്ദിൽ അത്യാധുനിക സെമി കണ്ടക്ടർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത്. പൈപ്പിലൂടെയുള്ള പാചകവാതക കണക്ഷനുകൾ വേഗത്തിലാക്കുന്നതിനായുള്ള നാഷണൽ PNG ഡ്രൈവ് 2.0 ജൂൺ 30 വരെ ദീർഘിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് തുറമുഖ കപ്പൽ മന്ത്രാലയം. വ്യോമസേനയ്ക്കായി മൗണ്ടൻ റഡാറുകൾ വാങ്ങാനുള്ള കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒപ്പുവച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.